നല്ല സിനിമയാണ് പൊന്മാൻ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ടു എൻഡ് വളരെ ലാഗിങ് ഒന്നും ഇല്ലാതെ കാണാൻ പറ്റിയ സിനിമ. പിന്നെ കൊല്ലത്തുകാർ ശരിക്കും അതെന്താണ് ഈ ഒരു അടിപ്പടം അല്ലെങ്കിൽ ഒരു സ്ത്രീധനം അല്ലെങ്കിൽ ഒരു അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ബേസ് ഒരു ബാക്ക് ഡ്രോപ്പ് കൊല്ല എടുക്കുന്ന എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്ന ഒരു അങ്ങനെയില്ല. ഇത് പിന്നെ എന്തോ എനിക്ക് തോന്നുന്നു കൊല്ലത്താണ് ഈ ഇതിൽ പറയുന്ന ഈ കല്യാണ സമയത്ത് കല്യാണ ദിവസം ഈ കല്യാണ മണ്ഡപത്തിന്റെ ഫ്രണ്ടിലും ഊണുപുരയുടെ ഫ്രണ്ടിലും ഒക്കെ ഈ മേശയിട്ട ആളെ ഈ ഇടയ്ക്കൂടെ ഇരുത്തി പപ്പട രണ്ടാമത് ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞ അടിയൊക്കെ അല്ല ഈ കാശ് പിരിക്കാൻ വേണ്ടി ആളെ ഇരുത്തി ഒരു ബുക്ക് ഉണ്ടാവും, അതിൽ പേരും അഡ്രസ്സും സഹിതം എഴുതുന്നത് ഞാൻ കൊല്ലത്തെ കണ്ടു. ഒരുപാട് കല്യാണങ്ങൾക്ക് പോയിട്ടുണ്ട്. മാത്രമല്ല പിന്നെ അവരുടെ വീട്ടിലെ കല്യാണം നടക്കുമ്പോൾ അവർ ഈ ബുക്ക് എടുക്കും. ബുക്ക് എടുത്തിട്ട് ഇന്ന ആള് എത്ര രൂപ തന്നു എന്ന് നോക്കിയിട്ട് എഴുതുന്നുണ്ട്. അത് സീരിയസ് ആയിട്ട് കാണിക്കുന്നത്, അത് ഇതിൽ തമാശയല്ല, അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ കല്യാണത്തിന് ഇത്ര വരവ് വരും, ഇത്ര ചെലവ് അപ്പം മാനേജ് ചെയ്യാന്നൊക്കെ അവർ തീരുമാനിക്കുന്നതായിരിക്കും. ഈ കഴിച്ചവർ രണ്ടാമത് ഇരുന്നൂടോ? അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ചുമ്മാ പറയുന്നത്. അതൊക്കെ അങ്ങനത്തെ അതൊക്കെ ഈ സിനിമയിൽ ചിലപ്പോൾ സറ്റേറിക്കായിട്ട് കാണിക്കുന്നതായിരിക്കും, അല്ലാതെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു സംഭവമുണ്ട്, അത് മിക്കവാറും മറ്റു ജില്ലക്കാർക്ക് പുതുമയായിരിക്കും. പിന്നെ നല്ലൊരു പാട്ടുണ്ട് ഈ സിനിമ തുടങ്ങുമ്പോൾ. നമ്മൾ ഈ കോഴിക്കോടിനെ കുറിച്ചും ഇടുക്കിയെ കുറിച്ചൊക്കെയുള്ള സിനിമയിൽ പാട്ടില്ലേ, അതേപോലെ ഈ സിനിമ തുടങ്ങുമ്പോൾ രശ്മി സതീഷ് ആണെന്ന് തോന്നുന്നു ആ പാട്ട് പാടി. നല്ലൊരു പാട്ട്, വേണമെങ്കിൽ കൊല്ലത്തുകാർക്ക് അതിനെ ഒരു ദേശീയ ഗാനമാക്കി മാറ്റാം. അത്രയ്ക്ക് നല്ല നല്ല മ്യൂസിക് ഡയറക്ടർ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നന്നായിട്ട് ഇതുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഇതെന്ന് പറയുമ്പോൾ ബേസിലാണ് അതിന്റെ മെയിൻ ആള്. പിന്നെ പ്രാവൻകൂട് ഷാപ്പ് കഴിഞ്ഞിട്ട് അതിലും നല്ല ഇതല്ലേ ബേസില്. പിന്നെ ഇത് അതിന് അത് കഴിഞ്ഞ് വേറൊരു നല്ലൊരു ബേസിന്റെ നല്ല ഒരു നെഗറ്റീവായിട്ടൊക്കെ നമുക്ക് തോന്നും, പക്ഷെ പിന്നീട് സൂട്ടബിൾ ആണ് തീർച്ചയായിട്ടും. ഒരിക്കലും അല്ല ബേസിൽ അല്ലാതെ വേറെ ആരും ചെയ്താലും ഈ ക്യാരക്ടർ അത്ര നന്നായിട്ട് വരില്ല. നല്ല ഇതാ. പിന്നെ ഉള്ളത് ലിജോ മോൾ. അവരെ ശരിക്കും എനിക്ക് തോന്നുന്നു മലയാള സിനിമ നേരെ ഉപയോഗിച്ചിട്ടില്ല, അത്രയ്ക്ക് നല്ലൊരു ആക്ട്രസ്സാണ് ലിജോ മോൾ. പിന്നെ അയാള് സജിൻ ഗോപു പിന്നെ പുള്ളിയുടെ മുമ്പുള്ള സിനിമകളിലെ മാതിരിയുള്ള ഒരു കഥാപാത്രമാണ്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിനയമൊന്നുമില്ല. പിന്നെ അതിൽ കുറേ കഥാപാത്രമാണ്, ഇവരുടെ കൂട്ടുകാരൊക്കെ അഭിനയം, എല്ലാവർക്കും ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ആ സിനിമയിൽ. പിന്നെ ഈ സ്ത്രീധനത്തിനെതിരെ ഉള്ള ഒരു ബോധവൽക്കരണം കൂടെയാണ് സിനിമ. പിന്നെ അതുകൊണ്ട് ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺപിള്ളേരും അവരുടെ രക്ഷകർത്താക്കളും ഒക്കെ നിർബന്ധമായിട്ടും വന്ന് കാണണമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഇത് കാണിക്കുന്നുണ്ട്. എന്നാൽ പണ്ടത്തെ കല്യാണ ചെലവൊന്നുമല്ല ഇപ്പം തന്നെ പെൺകുട്ടികൾ അച്ഛനും അമ്മയ്ക്കും കാശില്ലെങ്കിലും പെൺകുട്ടികൾ തന്നെ അങ്ങോട്ട് പറയും എനിക്ക് പ്രീ വെഡിങ് ഷൂട്ട് വേണം, പോസ്റ്റ് വെഡിങ് ഷൂട്ട് വേണം. പിന്നെ പണ്ടൊന്നും നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത നോർത്ത് ഇന്ത്യയിൽ മാത്രമുള്ളതാണ് ഈ മെഹന്തി എന്നൊക്കെ പറയുന്ന ചടങ്ങ്. ഇപ്പോൾ അതൊക്കെ ഉണ്ട്. ഈ അച്ഛനമ്മമാരുടെ പോക്കറ്റ് കയറാൻ വേണ്ടി മക്കൾ അങ്ങോട്ട് പറയും എൻ്റെ കൂട്ടുകാരിയുടെ അല്ലെങ്കിൽ അവരുടെ കല്യാണത്തിന് മെഹന്തി ഉണ്ടായിരുന്നു, അതുണ്ടെങ്കിലേ ഞാൻ കല്യാണത്തിന് സമ്മതിക്കുള്ളൂ എന്ന് പറയുന്ന പെൺപിള്ളേരുണ്ട്. മാത്രമല്ല നമ്മൾ സ്ത്രീധനം പുരുഷന്മാരെയാണ് കൂട്ടപ്പെടുന്നത്. എനിക്ക് നേരിട്ട് നമ്മളെ ചുറ്റുവട്ടത്ത് നോക്കുമ്പോൾ തന്നെ തിരുവനന്തപുരത്ത്, എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അറിഞ്ഞൂടാ, ഞങ്ങളുടെ അയൽവക്കത്ത് തന്നെ പെൺകുട്ടികളുണ്ട്. ചേച്ചിക്ക് 50 പവൻ ഇട്ടുകൊണ്ട് എനിക്ക് ഇനി 50 പവന് കുറയാതെ ഇട്ടില്ലെങ്കിൽ ഞാൻ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറയുന്ന പെൺകുട്ടികളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ത്രീധനത്തിനെതിരെയുള്ള ഒരു ബോധവൽക്കരണം കൂടെയാണ് സിനിമ. അങ്ങനെയൊക്കെ കണ്ട രസമായിരിക്കും, പക്ഷേ ലാഗിങ് ഒന്നുമില്ല. സ്റ്റാർട്ടിങ് ടു എൻഡ് ഒരു സ്റ്റണ്ടൊക്കെ എനിക്ക് നാടൻ തല്ലാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. നമ്മളെ കള സിനിമയിൽ ഒരു നാടൻ അടിയല്ലേ ടോബിനോയും മറ്റേ പയ്യനുമായിട്ട്, അതേപോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അടിയാണ്. ചെളിയിലും അതിലും ഇതിലും കിടന്നുള്ള അടി, അങ്ങനത്തെ ഒരു നല്ലൊരു ഫിലിമാണ്, നല്ലൊരു സിനിമ പൊന്മാൻ. തീർച്ചയായിട്ടും പെൺപിള്ളേർ പ്രത്യേകിച്ചും കാണണം. പെൺപിള്ളേർ അച്ഛനും അമ്മമാര് ഒരുമിച്ച് കൊണ്ടുപോയി കാണണം എന്നാണ് പറയാനുള്ളത്. നല്ലൊരു സിനിമ.